നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. എല്ലാരും അങ്ങോട്ട് ചെല്ലുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ലാത്ത അവസ്ഥയാണ്. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, ഈ വീട്ടിൽ നിന്നെ ഉള്ളൊഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ ഞങ്ങളെല്ലാവരും. ഇഷ്ടഭക്തരെ വല്ലാതെ പരീക്ഷിക്കുന്നവനാ ഭഗവാനെ നിങ്ങൾക്കറിയാം. ഇവിടെ എല്ലാവരെയും നീ പരീക്ഷിക്കുന്നുണ്ട്. അന്തരയോടുള്ള പരീക്ഷണം കുറെ കൂടിപ്പോകുന്നില്ലേ ഭഗവാനെ? അത്രത്തോളം ആ കുട്ടിയെ പരീക്ഷിച്ച് തളർത്തണം എന്റെ ഭഗവാനെ. ആ കുട്ടിക്കൊന്ന് ശ്വാസം വിടാനുള്ള അവസരമെങ്കിലും നീ കൊടുക്കണേ ഭഗവാനെ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, രക്ഷിക്കണേ. അച്ഛമ്മ എനിക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയാ മോളെ ഞാൻ പ്രാർത്ഥിക്കണ്ടേ? എല്ലാവർക്കും കുറ്റപ്പെടുത്താനും അപമാനിക്കാനും അപവാദം കെട്ടി ഏൽപ്പിക്കാനുമായിട്ടൊരു ജന്മം. പിഞ്ചു കുഞ്ഞിനെ കൊന്ന രാക്ഷസി. അതിനപ്പുറം നികൃഷ്ടമായ ഒരു അപവാദം കേൾക്കാനുണ്ടോ നിനക്ക്? മോളെ, എനിക്കിപ്പോ ബലമായ സംശയം ഇത് ചെയ്തത് മനോജാണോന്നാ. അച്ഛമ്മ എന്ത് ഭ്രാന്തായി പറയുന്ന? മനോജ് തന്നെ മനോജിന്റെ കുഞ്ഞിനെ കൊല്ലാനോ? സാഹചര്യം അങ്ങനെയായി പോയില്ലേ? ചന്ദ്രിക കൊടുത്ത് ലക്ഷക്കണക്കിന് പണം അടിച്ചു പൊളിച്ച് തീർത്തു. പിന്നെ എവിടുന്നൊക്കെയോ ലക്ഷങ്ങൾ കടം വാങ്ങി കൂട്ടിയിരിക്കുക. അതൊക്കെ എടുത്താ പോങ്ങാത്ത ഭാരമല്ലേ? അതിന്റെ കൂട്ടത്തില് ഒരു കുഞ്ഞുകൂടി വേണ്ടെന്നങ്ങ് തീർച്ചപ്പെടുത്തിക്കൂടെ? പ്രസവ ചെലവും കുഞ്ഞിന്റെ സംരക്ഷണ ചെലവും കൂടിയൊക്കെ ആകുമ്പോ കാശ് എത്രമാത്രം ഇനി ഉണ്ടാക്കണം? അതൊക്കെ നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോ അവനീ കടുങ്കൈ ചെയ്തതായിക്കൂടെ? എന്നിട്ട് ആ കുറ്റം നിന്റെ തലയിൽ കെട്ടിവെച്ച് തൽക്കാലം അവന് രക്ഷപ്പെടാമല്ലോ. നിന്നെ കുറ്റക്കാരിയാക്കി അങ്ങനെ ഞെളിഞ്ഞു നടക്കുന്ന അവന്റെ വായടപ്പിച്ചുകൂടെ നിനക്ക്? വേണ്ട അച്ഛമ്മ, അങ്ങനൊരു പ്രശ്നം കൂടി ഉണ്ടാക്കി ഈ വീട് യുദ്ധക്കളാക്കണ്ട. സത്യം ദൈവം തന്നെ തെളിയിക്കട്ടെ.
കുഞ്ഞ് കൈവിട്ടു പോയി. എനിക്ക് ഭാഗ്യമില്ല. ശാപം പിടിച്ച വീട്ടിലേക്ക് ഹരിതമോള് കയറി വന്നതിന്റെ ദോഷം പാവം ഹരിതമോൾ അനുഭവിക്കുന്നത്. എന്തൊക്കെയാ ചന്ദ്രിക നീ പറയുന്നത്? എന്റെ കുഞ്ഞു പോയി മാധവേട്ട. ഹരിതമോള് ആകെ തകർന്നിരിക്കുക. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളാരും അങ്ങോട്ട് ചെല്ലുന്നത് പോലും അവൾക്ക് ഇഷ്ടമല്ലാത്ത അവസ്ഥയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഞാൻ ഹരിത ഒന്ന് കണ്ടിട്ട് വരാം. ഒടുവില് ഈ വീട്ടിലൊരു മഹാപാപം കൂടി നടന്നിരിക്കുന്നു മോനെ. കുറ്റമെല്ലാം നിരപരാധിയായ വന്ദനയ്ക്ക്. എന്റെ മോള് കരയാതെ. വന്ദന, ഹരിതയും മനോജൊന്നും എന്നെ വിശ്വസിക്കുന്നില്ല ജഗൻ. ഞാൻ അവർക്കൊരു കൊലപാതക. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ പറയാ, ഞാൻ നിരപരാധിയ. അതിനെ ആരും ബോധ്യപ്പെടുത്താനൊന്നും ഞാനില്ല. എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെയാണെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.